നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോട് കേന്ദ്ര സർക്കാർ അനാദരവ് കാണിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്താത്തതിന് പിന്നിൽ ഗൂഢാലോചനയെന്നും KC വേണുഗോപാൽ. ആലപ്പുഴ ബൈപ്പാസിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമം. സംഭവത്തിനു പിന്നിൽ ലഹരിമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് പോലീസ്. ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷണം തുടരുന്നു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനിയിൽ സംഘടിപ്പിച്ച കരപ്പുറം കാർഷിക മേളയ്ക്ക് സമാപനം. 10 നാൾ നീണ്ടുനിന്ന കാർഷിക മേളയുടെ സമാപന സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭയുടെ കനാൽ ഫെസ്റ്റ് വർണ്ണാഭമായി തുടരുന്നു. കനാൽ ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചുള്ളത്. ഡിസംബർ 31-ന് സമാപിക്കും. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ മുഹമ്മ പാതിരാമണൽ ദ്വീപിന്റെ മനോഹാരിത ആസ്വദിക്കാൻ ഹരിയാന സംഘം എത്തി. കേരളത്തിന്റെ ഗ്രാമ കാഴ്ചകൾ കാണാനെത്തിയ 100 അംഗ സംഘമാണ് പാതിരാമണൽ ദ്വീപിലും എത്തിയത്. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോട് കേന്ദ്ര സർക്കാർ അനാദരവ് കാണിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്താത്തതിന് പിന്നിൽ ഗൂഢാലോചനയെന്നും KC വേണുഗോപാൽ MP ആലപ്പുഴയിൽ ആരോപിച്ചു. ഞങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ മഹത്തരമായ വ്യക്തിത്വത്തെ അതിനർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. വെറും ആക്ഷേപമല്ല ഉന്നയിച്ചത്, ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നേരിട്ട് ബോധ്യപ്പെടുന്നതായിരുന്നു മാധ്യമപ്രവർത്തകർക്കടക്കം. ഞങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുള്ള 1, 2, 3, 4, 5, 6 അത് നിഷേധിക്കട്ടെ. അവർ സാധാരണഗതിയിൽ എന്താണ് ചെയ്യാറുള്ളത്? 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയെ, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം തകർന്നത് തിരിച്ചു കൊണ്ടുവന്ന പ്രധാനമന്ത്രിയെ, നമ്മുടെ നാട്ടിലെ ഇന്ന് കാണുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ എല്ലാം നിദാനം അദ്ദേഹത്തിൻ്റെ നിലപാടുകളും നയങ്ങളുമായി. ലോകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്ര നേതാക്കളും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നടത്തിയ പരാമർശങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല കേന്ദ്ര സർക്കാർ ചെയ്തത്. അവർ പറഞ്ഞു ഡിഫൻസ് മിനിസ്ട്രിയാണ് ഇതൊക്കെ ചെയ്തത്, മുൻപും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഡിഫൻസ് മിനിസ്ട്രി ഒന്നുകിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യണം. പ്രതിരോധ വകുപ്പ് നമ്മളുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവർ ഏകപക്ഷീയമായി ഉത്തരവിറക്കായിരുന്നു. പ്രധാനമന്ത്രി ഇരിപ്പിടം ഒരുക്കി എന്നുള്ളതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിന് മുൻ പ്രധാനമന്ത്രി മരിച്ചു, പ്രധാനമന്ത്രി വരിക എന്ന് പറയുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന ഇന്നലെ ഉണ്ടായിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് പോലും ശരിയായ ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് പോട്ടെ, ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള മക്കളുണ്ടല്ലോ, അവർക്ക് പോലും ഇരിപ്പിടം പ്രൊവൈഡ് ചെയ്തില്ല. അതിനെല്ലാം കാരണം അവിടെ സ്ഥലപരിമിതിയായിരുന്നു. കൃത്യമായിട്ട് സ്ഥലപരിമിതിയുള്ളൊരു പ്രദേശമായിരുന്നു. ഫ്യൂണറലിനെ സെലക്ട് ചെയ്തു. ഞങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകമായ സ്ഥലം അനുവദിക്കണം, അവിടെ ഫ്യൂണറൽ വേണം. ഇതെല്ലാം ഞങ്ങൾ കോൺടാക്ട് ചെയ്തതല്ല. ഞങ്ങളുടെ അധ്യക്ഷനടക്കം, കോൺഗ്രസ് അധ്യക്ഷനടക്കം പ്രധാനമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് പറഞ്ഞതാണ്, കത്തെഴുതിയതാണ്. രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയോട് ഞാനും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും നേരിട്ട് ഫോളോ അപ്പ് ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങളും അവർ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അത് വളരെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ, കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലാണ് അവർ ഇന്നത്തെ ഫ്യൂണറൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. നമ്മുടെ നാട്ടിൽ എന്താണ് ശവസംസ്കരിച്ചെടുത്തല്ലേ സ്മാരകങ്ങൾ ഉണ്ടാവാറുള്ളത്? ശവസംസ്കാരം ഒരു ഭാഗത്ത്, വേറെ സ്മാരകം വേറൊരു ഭാഗത്താണോ നടക്കാറുള്ളത്? അങ്ങനെയല്ല, അവർ തന്നില്ല. ജസ്റ്റ് ഇതിനകത്തൊക്കെ ഒരു കൃത്യമായ അജണ്ട ഇല്ലായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ 2 ദിവസം കൊണ്ട് സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്തോ ഗൂഢ അജണ്ടയുമായിട്ടാണ് ഇക്കാര്യത്തിൽ എത്തുന്നതെന്ന് വ്യക്തമാണ്. എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടു. മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാരം നടത്തിയിടത്ത് തന്നെ സ്മാരകം നിർമ്മിക്കുന്നതാണ് സാധാരണയായി പിന്തുടർന്നു വരുന്ന രീതി. കേന്ദ്ര സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്ത് വഷളാക്കി. ലോകം ആദരിക്കുന്ന ഒരു മുൻ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ ഇത്ര വലിയ കൃത്യവിലോപം നടത്തിയ സർക്കാരിനെ വിമർശിക്കാനാകില്ല എന്നാണോ പറയുന്നത്?
കോൺഗ്രസ് മാത്രമല്ല വിമർശനം ഉന്നയിക്കുന്നത്. ശിരോമണി അകാലിദളും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ക്രൂരമായ സമീപനം ചർച്ച ചെയ്യപ്പെടണം. 10 വർഷക്കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. സാമ്പത്തിക രംഗത്തെ വലിയ തകർച്ചയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന സാമ്പത്തിക വിദഗ്ധനാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ചത് തികഞ്ഞ അനാദരവാണെന്നും KC വേണുഗോപാൽ MP ആരോപിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ ബൈപ്പാസിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമം. സംഭവത്തിന് പിന്നിൽ ലഹരിമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടെന്ന പോലീസ്. ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ആലപ്പുഴ ബൈപ്പാസിൽ കാർ അപകടത്തിൽപ്പെട്ട സംഭവത്തിന് പിന്നിൽ ലഹരിമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണെന്ന പോലീസ്. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടിയ കരുനാഗപ്പള്ളി സ്വദേശി ചക്കുവള്ളി സ്വദേശി ഷംനാഥ് 10ഓളം ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാണെന്നും സൗത്ത് പോലീസ് അറിയിച്ചു. യുവാവിനെ ആക്രമിച്ചവരും ലഹരിമരുന്ന് ഇടപാടുകളുമായി ബന്ധമുള്ളവരാണെന്ന് പോലീസ് പറയുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് MDMA പോലുള്ള ലഹരി വസ്തുക്കളുടെ ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസ് കണ്ടെത്തി. വാഹനവും ത്രാസും കോടതിക്ക് കൈമാറിയ പോലീസ് സംഭവത്തിന് പിന്നാലെ ലഹരിമരുന്ന് ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കാർ വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി കായംകുളം സ്വദേശിയായ യുവാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവരുടെ കാറിൽ കയറിയതെന്നാണ് ഷംനാഥ് പോലീസിന് നൽകിയ മൊഴി. വെള്ളിയാഴ്ച രാത്രി കളർകോട് വെച്ചാണ് കാറിൽ കയറിയത്. വാടകയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ കയ്യാങ്കളിയുണ്ടായി. വിജയ് പാർക്കിന് സമീപമെത്തിയപ്പോൾ താൻ സ്റ്റിയറിംഗിൽ പിടിച്ചു തിരിച്ചപ്പോൾ കാറിന്റെ നിയന്ത്രണം വിട്ട റോഡിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നു. തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നും ഷംനാഥിന്റെ മൊഴിയുണ്ട്. ബൈപ്പാസിൽ പെട്രോളിംഗ് നടത്തുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തിയതോടെ കാറിലുണ്ടായിരുന്ന സംഘം തൊട്ടു പിന്നാലെ എത്തിയ മറ്റൊരു വാഹനത്തിൽ കയറി കടന്നുകളഞ്ഞു. സംഭവത്തിൽ പരാതിയില്ലെന്നായിരുന്നു ഷംനാഥിന്റെ നിലപാട്. എന്നാൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് നാടിൻ്റെ പ്രണാമം. വിവിധ സ്ഥലങ്ങളിൽ മൗനജാഥയും അനുശോചന യോഗങ്ങളും നടന്നു. ആലപ്പുഴയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ DCC പ്രസിഡന്റ് ബാബു പ്രസാദ് അധ്യക്ഷനായി. അതുപോലെ തന്നെ 77,000 കോടി രൂപ കർഷകരുടെ കടം എഴുതി തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് ഒരു മൃതസഞ്ജീവനി മന്ത്രമോദി കൊടുത്ത നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. 5 പ്രാവശ്യവും അദ്ദേഹം രാജ്യസഭ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടാണ്. 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായതും അദ്ദേഹം രാജ്യസഭ അംഗമായിട്ടാണ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗനജാഥയും DCC ഓഫീസിന് മുന്നിൽ സർവ്വമത പ്രാർത്ഥനയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ XMLA, KPCC ജനറൽ സെക്രട്ടറിമാരായ AA ഷുക്കൂർ XMLA, MJ ജോബ്, KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് D സുഗതൻ, സെക്രട്ടറി KPCC വിചാര വിഭാഗം ചെയർമാൻ ഡോക്ടർ നെടുമുടി ഹരികുമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കമാലം മാക്കീൽ, CPM നേതാവ് അജയ് സുധീന്ദ്രൻ, RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് R ഉണ്ണികൃഷ്ണൻ, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് VC ഫ്രാൻസിസ്, കേരള കോൺഗ്രസ് സിറിയക്കാവിൽ ഫോർവേഡ് ബ്ലോക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം കളത്തിൽ വിജയൻ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ സംബന്ധിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് പ്രണാമം അർപ്പിച്ച് ചേർത്തലയിലും മൗനജാഥയും അനുസ്മരണ സമ്മേളനവും നടന്നു. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മൗനജാഥയും അനുശോചന യോഗവും ചേർന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ചേർത്തല ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗനജാഥയും അനുസ്മരണ സമ്മേളനവും നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KC ആന്റണി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, AS സാബു, ചന്ദ്രബാബു, VS ജബ്ബാർ, ജെയിംസ് കണ്ണട്ട, ബിജു കോയിക്കര, CD ശങ്കർ, B ഭാസി, സജി കുര്യാക്കോസ്, തോമസ് താളനാനി, KP പ്രകാശ്, N മധുകുമാർ, വിശ്വംഭരൻ പിള്ള എന്നിവർ സംസാരിച്ചു. സാധാരണക്കാരനുള്ള വികസനമായിരിക്കണം ഇന്ത്യയുടെ മുഖമുദ്ര, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫേസ് എന്ന് പറയുന്നത് അതായിരിക്കണം. അതാണ് മൻമോഹൻ സിംഗ് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ പോലെയുള്ള പ്രധാനമന്ത്രി, ഇതൊരു ഭാവനയുള്ളൊരു പ്രധാനമന്ത്രി ഇനി അങ്ങോട്ട് ഇവരെ പറഞ്ഞിട്ടില്ല. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജിൽ 10 നാൾ നീണ്ടുനിന്ന കരപ്പുറം കാർഷിക മേളയ്ക്ക് സമാപനം. മന്ത്രി P പ്രസാദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾ എന്ന പേരിൽ ഡിസംബർ 22-നാണ് മേള ആരംഭിച്ചത്. കരപ്പുറത്തിൻ്റെ കാർഷിക പെരുമയും പൈതൃകവും പുതുതലമുറയെ പരിചയപ്പെടുത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം സാധ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് 2ാം തവണയും കാർഷിക വ്യാവസായിക മേള സംഘടിപ്പിച്ചത്. 150ഓളം സ്റ്റാളുകളിലായി 3000ഓളം ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളുമാണ് സജ്ജമാക്കിയിരുന്നത്. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് സ്റ്റാളുകൾ പ്രവർത്തിച്ചത്.
വിനോദത്തിനും വിജ്ഞാനത്തിനും ഉതകുന്ന നിരവധി സംവിധാനങ്ങളും ക്രമീകരിച്ചിരുന്നു. സെമിനാറുകൾ, സംവാദങ്ങൾ, പ്രദർശനങ്ങൾ, ബിസിനസ് മീറ്റുകൾ, കലാവിരുന്നുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് 10 ദിവസങ്ങളിലായി നടന്നത്. കാർഷിക മേളയുടെ സമാപന സമ്മേളനത്തിന് ഉദ്ഘാടനവും സമ്മാനദാനവും ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് നിർവഹിച്ചു. ഇപ്പം ഞാൻ 10 വാഴ വെച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ 10 വാഴ വെച്ചാൽ, ആ വാഴ ഏത്തക്കൊലയാണെങ്കിൽ ഏത്തക്കൊല വെട്ടി അത് കൊടുക്കുമ്പോൾ അവർ പറയുന്ന വിലയ്ക്കാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ ചോദിക്കുന്ന വില കിട്ടുന്നില്ല. എന്നാൽ അത് ഉപ്പേരിയാക്കിയാൽ, ചിപ്സാക്കിയാൽ അതിന് വിലയിടാനുള്ള അവകാശം നമുക്ക് കിട്ടുകയാണ്. കപ്പ റെഡിയാക്കി ആ കപ്പ വറുത്താൽ വിലയിടാനുള്ള അവകാശം നമുക്ക് കിട്ടുകയാണ്. നെല്ല് വിലയിടാൻ നമുക്ക് അവകാശമില്ല. നെല്ല് കുത്തി അരിയാക്കിയാൽ അതിൻ്റെ വിലയിടാൻ ഉൽപ്പാദകന് അവകാശം കിട്ടുകയാണ്. നോക്കൂ, ഒന്നും മാറ്റം വരുത്തുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേകമായ അവകാശം അവിടെ ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തുകയാണ്. നെല്ല് കുത്തി അരിയാക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്നത് സെക്കൻഡറി അഗ്രികൾച്ചറാണ്, ദ്വിതീയ കാർഷിക മേഖലയാണ്. കപ്പ ചിപ്സാക്കുന്നെങ്കിൽ അത് ചിപ്സാകുമ്പോൾ അത് സെക്കൻഡറി അഗ്രികൾച്ചർ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ദ്വിതീയ കാർഷിക മേഖല കൂടി നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതല്ലേ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പരമ്പരാഗതമായ നമ്മുടെ ശൈലി പ്രാഥമിക കാർഷിക മേഖലയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇതാദ്യമായി നമ്മൾ പ്രാഥമിക കാർഷിക മേഖലയ്ക്കൊപ്പം ദ്വിതീയ കാർഷിക മേഖലയെയും കൂടി പരിഗണിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ KV ദയാൽ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് B സവിനയൻ, ഒളിമ്പ്യൻ മനോജ് ലാൽ, ഇന്ത്യൻ വെറ്റിനറി അവാർഡ് ജേതാവ് ഡോക്ടർ S ജയശ്രീ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കരപ്പുറം കാർഷിക മേളയിൽ ഒരുക്കിയിരുന്ന ചരിത്ര പ്രദർശനം ശ്രദ്ധേയമായി. ചേർത്തല നഗരത്തിൻ്റെ ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന ചിത്രങ്ങളാണ് ചരിത്ര പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. കരപ്പുറം കാർഷിക മേളയിൽ ഒരുക്കിയിരുന്ന ചരിത്ര പ്രദർശനം ശ്രദ്ധേയമായി. ചേർത്തലയുടെ ചരിത്രം അനാവരണം ചെയ്യുന്ന ചരിത്ര പ്രദർശനം കാർഷിക മേളയുടെ പ്രവേശന കവാടത്തിൽ തന്നെ സജ്ജമാക്കിയിരുന്നു. പുതുതലമുറയ്ക്ക് അന്യമായ ചേർത്തലയുടെ ഗതകാല പ്രൗഢി ഓർമ്മപ്പെടുത്തുന്ന നിരവധി ചിത്രങ്ങൾ. ചേർത്തലയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രമുഖരുടെയും ജനപ്രതിനിധികളുടെയും ചിത്രങ്ങൾ. ചേർത്തലയുടെ കലാ, സാംസ്കാരിക, സിനിമ, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ തിളങ്ങിയ വ്യക്തിത്വങ്ങൾ. കഴിഞ്ഞ വർഷത്തെ ചരിത്ര പ്രദർശനത്തിൽ ഇല്ലാത്ത നിരവധി ചിത്രങ്ങൾ ഇത്തവണ ഉൾപ്പെടുത്തിയിരുന്നു. പതിറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ചേർത്തല നഗരം, റോഡുകൾ, സ്ഥാപനങ്ങൾ, പുത്തൻതോടിൻ്റെ ഗതകാല പ്രൗഢി, ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തികൾ, ഇങ്ങനെ സമ്പന്നമായിരുന്നു കരപ്പുറം കാർഷിക കാഴ്ചയിലെ കരപ്പുറത്തെ ചരിത്ര പ്രദർശനം. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കനാൽ ഫെസ്റ്റ് വർണ്ണാഭമായി തുടരുന്നു. വൈവിധ്യമാർന്ന പരിപാടികളാണ് കനാൽ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് ഒരുക്കിയിരുന്നത്. ഡിസംബർ 31 സമാപിക്കും. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ചേലൊത്ത ചേർത്തലയുടെ ഭാഗമായാണ് ചരിത്രത്തിലാദ്യമായി കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചേർത്തല കോടതിക്കവലയ്ക്ക് വടക്ക് TB കനാൽ തീരത്താണ് ഫെസ്റ്റ് നടക്കുന്നത്. പ്രദേശം മുഴുവൻ വൈദ്യുതി ദീപങ്ങളാൽ അലങ്കൃതമാണ്. MD വാസുദേവൻ നായരുടെയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെയും മരണത്തെ തുടർന്ന് സാംസ്കാരിക ഘോഷയാത്ര അടക്കമുള്ള ആദ്യ ദിവസത്തെ ചില പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. ശനിയാഴ്ച ഫുഡ് കോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഞായറാഴ്ച വൈകിട്ട് കലാസന്ധ്യ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന കാപ്പാളത്തി നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ശ്രദ്ധേയമായി. തിങ്കളാഴ്ച വൈകിട്ട് മന്ത്രി P പ്രസാദ് കനാൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയാകും. ചടങ്ങിൽ നഗരത്തിലെ പ്രമുഖ വ്യാപാരികളെയും വ്യവസായികളെയും സംരംഭകരെയും ആദരിക്കും. വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയാകും. സിനിമാതാരം ഗായത്രി അരുൺ ദീപം തെളിക്കും. B വിനോദ്, KC ആൻ്റണി, MC സിദ്ധാർത്ഥൻ, VT ജോസഫ്, ME രാമേന്ദ്രൻ നായർ എന്നിവർ സംസാരിക്കും. തുടർന്ന് ബിജു മല്ലാരിയുടെ വയലിൻ ഫ്യൂഷൻ. ചൊവ്വാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിക്കും. രാജീവ് ആലുങ്കൽ മുഖ്യാതിഥിയാവും. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, G രഞ്ജിത്ത്, മാധുരി സാബു, AS സാബു, എലിക്കുട്ടി ജോൺ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ, ആശ മുകേഷ്, ഷീജ സന്തോഷ്, ലിസി ടോമി, A അജി, മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് സുഭാഷ് വാരനാടിൻ്റെ മുരളീരവം,
രാത്രി 9 മുതൽ കൊച്ചി മിറാക്കിൾ ഈവിൻ്റെ മെഗാ ഷോ, 12-ന് പാപ്പാഞ്ഞി കത്തിക്കൽ, കരിമരുന്ന് പ്രയോഗം, പുതുവത്സരത്തെ വരവേൽക്കൽ എന്നിവ നടക്കും. കനാൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് ചേർത്തല നഗരം ഉത്സവ ഛായയിലാണ്. ടൈം ന്യൂസ്, ചേർത്തല. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ പാതിരാമണൽ ദ്വീപിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ ഹരിയാന സംഘമെത്തി. ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനെത്തിയ 100-അംഗ സംഘമാണ് പാതിരാമണൽ ദ്വീപിലും എത്തിയത്. പാതിരാമണലിന്റെ മനോഹാരിത കാണാൻ ഹരിയാന സംഘമെത്തി. കേരളത്തിന്റെ ഗ്രാമക്കാഴ്ചകൾ കാണാനെത്തിയ 100-അംഗ സംഘം പാതിരാമണലിനെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ശനിയാഴ്ച രാവിലെ ദ്വീപിലെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാവു, വൈസ് പ്രസിഡന്റ് NT റെജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, പഞ്ചായത്ത് അംഗവും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനുമായ G സതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ V വിഷ്ണു, TC മഹീധരൻ, ഷിജിമോൾ, സജീവ്, സംഘാടക സമിതി വൈസ് ചെയർമാൻ സന്തോഷ് ഷൺമുഖൻ എന്നിവർ ചേർന്ന സംഘത്തെ സ്വീകരിച്ചു. തുടർന്ന് കായൽ കാഴ്ചകളിലേക്കും ദ്വീപിന്റെ ചാരുതയിലേക്കും സംഘത്തെ നയിച്ചു. ഹരിയാനയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് എത്തിയത്. എല്ലാ വർഷവും ഇന്ത്യയുടെ ഗ്രാമചാരുത കാണാൻ സംഘം യാത്ര ചെയ്യാറുണ്ട്. ഈ വർഷം തിരഞ്ഞെടുത്തത് കേരളമാണ്. കേരളത്തിലെത്തിയപ്പോഴാണ് പാതിരാമണൽ ഫെസ്റ്റ് നടക്കുന്ന വിവരം അറിഞ്ഞത്. തുടർന്ന് രാവിലെ തന്നെ സംഘം എത്തുകയായിരുന്നു. ഫെസ്റ്റിന്റെ ഭാഗമായുള്ള തിരക്കുണ്ടായിരുന്നെങ്കിലും സംഘത്തിന് സുഗമമായി ദ്വീപിലെത്താനും കാഴ്ചകൾ കാണാനും പഞ്ചായത്ത് അധികൃതർ സൗകര്യമൊരുക്കി. ദ്വീപിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ സംഘം 4 മണിക്കൂറോളം ദ്വീപിൽ ചെലവഴിച്ചു. ഹരിയാനയിലെ നാടൻ കലാരൂപങ്ങളുടെ അവതരണവും നടത്തി. ഹരിയാനക്കാരുടെ പരമ്പരാഗത വേഷമണിഞ്ഞുള്ള കലാപരിപാടികൾ ദ്വീപ് കാണാനെത്തിയവർ ഏറെ കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. ഹരിയാനയിലെ പഞ്ചകുലയിലെ ഹരിയാന സ്കൂൾ ശിക്ഷാ പരിയോജന പരിഷത്തിന്റെ അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ രാംകുമാറിന്റെയും പ്രകാശ് ശ്രീവാസ്തവയുടെയും നേതൃത്വത്തിലാണ് സംഘം എത്തിയത്. ന്യൂഡൽഹി ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇൻസ്ട്രക്ടർ അമൽ സിംഗ്, ശരവൺ സിംഗ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ടൈം ന്യൂസ്, മുഹമ്മ. കായംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വർക്കിംഗ് കമ്മിറ്റികളുടെ യോഗം ചേർന്നു. കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന യോഗം ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. യോഗത്തിൽ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദമായ രീതിയിലുള്ള ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുൽഫീഖറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ ശശികല ഉദ്ഘാടനം ചെയ്തു. അതിന് ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ടാണ് കായംകുളം പട്ടണത്തെ നേരിടുന്നതാണ് നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം. ബസ് സ്റ്റാൻഡിൻ്റെ പിന്നെ പണി തുടങ്ങാനുള്ള അനുമതി ഗവൺമെൻറ് തന്നു കഴിഞ്ഞു. ഹെൽമിക്സ് കോവലേഷൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കൊരു 35 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടു തരികയും 30 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശത്തിലും അതിനോടൊപ്പം തന്നെ നമുക്ക് റോഡ് വഴി സൗകര്യത്തിന് വേണ്ടിയുള്ള അനുമതി തന്നു കഴിഞ്ഞു. ആ 35 സെൻറ്റ് സ്ഥലം ഗവൺമെൻറ്റിലേക്ക് ഫ്രീ ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു ചെറിയ മാള് പണിയുന്നതിനുള്ള ചില ഇളവുകളുണ്ട്. ആ ഇളവുകൾ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് അനുമതിക്കുള്ള എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ച് ആ സ്ഥലം ഇപ്പം പാട്ടത്തിനാണ്, പാട്ടം തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരാൻ കളക്ടറുടെ നമ്മളെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി സനിൽ വിഷയാവതരണം നടത്തി. വൈസ് ചെയർമാൻ J ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കേശുനാഥ്, ഷാമില അനിമോൻ, LDF പാർലമെന്ററി പാർട്ടി നേതാവ് ഹരിലാൽ, കൗൺസിലർമാരായ നാദിർ ഷാ, ഷമിമോൾ, അമ്പളി ഹരികുമാർ, R ബിജു, വിജയശ്രീ, അഖിൽകുമാർ, സൂര്യ ബിജു, സുകുമാരി, ബിനു അശോകൻ, രജിതം, ഷീബ ഷാനവാസ്, റജി മാമനാൽ, നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, കായംകുളം. ചേർത്തല വാരനാട് കാളികുളം ശ്രീവിലാസം NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാളികുളം ശ്രീവിലാസം NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഞായറാഴ്ച കരയോഗം ഹാളിൽ നടന്ന കുടുംബസംഗമം ചേർത്തല താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് ഇത്തരത്തിലൊരു കുടുംബസംഗമം നടത്തേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ആമുഖമായിട്ട് ഈ നോട്ടീസിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ന് അണുകുടുംബങ്ങളായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന
നമ്മുടെ സമുദായത്തിൻ്റെതെന്ന് മാത്രമല്ല, ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും അണുകുടുംബങ്ങളായി കേവലം അച്ഛനും അമ്മയും ഒന്നോ, ഇന്ന് മിക്കവാറും ഒന്നാണ്, അല്ലെങ്കിൽ രണ്ടോ പേരുമായി ചുരുങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കുന്നതിനോ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനോ പോലും യാന്ത്രികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത. തീർച്ചയായിട്ടും ഇത്തരം കൂടിച്ചേരലുകൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ആ കുടുംബം എന്ന് പറയുന്നത് പോലെ ഇത്തരം കൂടിച്ചേരലുകളായിരിക്കണം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ശ്രേയസിനെയും എല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് നയിക്കുന്നതിന് ഉതകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബഹുമാന്യനായ മുഖ്യപ്രഭാഷകരോട് ഞാൻ പറഞ്ഞത്. ഇത് സ്ഥിരമായി ഇവിടെ നടത്തിക്കൊണ്ടുവരുന്ന, അനസ്യൂതം തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞത്. ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ മുഖ്യ പ്രഭാഷണം നടത്തി. കരയോഗം പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വി ശ്രീറാം, എച്ച് ദേവിക, നിസരി വിനോദ് എന്നിവരെയും MBBSന് പ്രവേശനം ലഭിച്ച ശ്രീശാന്തിനെയും യോഗത്തിൽ അനുമോദിച്ചു. വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാർ, കരയോഗം സെക്രട്ടറി ബി സുരേഷ്, വൈസ് പ്രസിഡന്റ് ഡി അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാകായിക മത്സരങ്ങൾ, കലാപരിപാടികളും കുടുംബ സംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കനൽ ബുക്സിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലായിരുന്നു പ്രകാശന കർമ്മം നടന്നത്. TV ഹരികുമാറിൻ്റെ 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ചേർത്തലയിലെ നവാഗതരായ എഴുത്തുകാർക്ക് സ്വന്തം രചനകൾ പുസ്തക രൂപത്തിലാക്കുവാൻ കഴിയാത്തവർക്കായി സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ രൂപം കൊടുത്ത പുസ്തക പ്രസാധക പ്രസ്ഥാനമാണ് കനൽ ബുക്സ്. കനൽ ബുക്സിൻ്റെ ഉദ്ഘാടനവും ആദ്യ പുസ്തക പ്രകാശനവും ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടന്നു. എഡിറ്റർ CN ബാബു അധ്യക്ഷത വഹിച്ചു. ആണൊരുത്തി, ഉള്ളുരുക്കങ്ങൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ചേർത്തല SN കോളേജ് റിട്ടയർഡ് പ്രൊഫസർ MV കൃഷ്ണമൂർത്തി നിർവഹിച്ചു. ഈ ലക്ഷണമൊത്തം എന്നൊന്നും ചോദിച്ചു കളയരുത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ലക്ഷണമൊത്ത നോവൽ? ആവശ്യമില്ലാത്ത ചില പ്രയോഗങ്ങളാണ് അത്. ഈ ലക്ഷണമൊത്ത, ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ 1 or 2 എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടത്. അപ്പോഴാണ് പിന്നെ നോവലിൻ്റെ കാര്യത്തിൽ. ഇപ്പം നോവലെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതി മലയാളത്തിൽ ആദ്യം ഉണ്ടാകുന്നത് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന കൃതിയോടുകൂടിയാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നാടകമാണെന്ന് തോന്നിപ്പോവും. പക്ഷേ യഥാർത്ഥത്തിൽ അതിനെ നമ്മൾ കണക്കാക്കേണ്ടത് ഒരു നോവലിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിർത്തി കാണാവുന്ന ഒരു കൃതിയാണ്. അത് എത്ര പേര് അന്ന് ഇത് വായിച്ചു എന്നുള്ളതൊന്നൊരു വിഷയമല്ല. അങ്ങനെ ഒരെണ്ണം ആദ്യം ഇറങ്ങിയിരുന്നു. അത് എന്തുകൊണ്ട് അന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് ചോദിച്ചാൽ, കുഞ്ഞമ്പു പ്രതിപാദിച്ച ഇതിവൃത്തം അത്ര സ്വീകാര്യമായ ഒന്നല്ല. ഈ അഭിജാത സാഹിത്യ കുലപതികളുടെ ഇടയിൽ സ്വീകാര്യമാകുന്ന ഒന്നല്ല പോത്തേരി കുഞ്ഞമ്പു എഴുതിയ സരസ്വതി വിജയത്തിലെ ഇതിവൃത്തം. അതൊന്ന്. 2, പോത്തേരി കുഞ്ഞമ്പുവും അഭിജാത സാഹിത്യ നായകന്മാരുടെ പരിധിയിൽ പെടുന്നവനല്ല. അപ്പോൾ സാഹിത്യത്തിന് ഈ ഒരു വിഷയം എപ്പോഴും ഉണ്ട്. എന്താണ്? അഭിജാത കുലത്തിൽ, അല്ലേ? ഈ ഒരു പ്രശ്നം സാഹിത്യം എല്ലാ കാലത്തും നേരിടുന്നുണ്ട്. അതിനെ തട്ടിമറിച്ചുകൊണ്ട് വരുന്ന എഴുത്തുകാർ, അവരാണ് യഥാർത്ഥത്തിൽ നാളെയുടെ എഴുത്തുകാർ. എലിസബത്ത് സാമുവൽ ടീച്ചർ അവലോകനം നടത്തി. സംഗീത സംവിധായകൻ ആൽപി ഷികേഷ്, മണപ്പുറം GFLPSലെ പ്രഥമാധ്യാപിക R ആശ എന്നിവർ നോവലുകൾ ഏറ്റുവാങ്ങി. TV ഹരികുമാർ നന്ദി പറഞ്ഞു. സുരേഷ് ബാബു പള്ളിത്തോട്, വിനയകുമാർ തുറവൂർ, R ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ബാലസംഘം ചേർത്തല ടൗൺ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന കാർണിവൽ സംഘടിപ്പിച്ചു. അതിരുകളില്ലാത്ത ലോകം, ആഹ്ലാദകരമായ ബാല്യം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കാർണിവൽ ഒരുക്കിയത്. ബാലസംഘം ജില്ലാ പ്രസിഡന്റ് വർഷ സജീവ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരതമണ്ണിൽ സമത്വ സുന്ദര നവലോകം. എല്ലാവരും നന്നായിട്ട് തന്നെ ഈ നിങ്ങളുടെ കാർണിവലി വളരെ ആവേശകരമായി തന്നെ അവസാനിപ്പിക്കുവാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല കുട്ടികളുടെ സംഘടനയായി ഈ നാട്ടിൽ വരുന്ന, ഈ പ്രദേശത്ത് വരുന്ന മുഴുവൻ വരുന്ന കുട്ടികളെയും ഈ സംഘടനയുടെ ബാലസംഘം പ്രസിഡന്റ് വൈകാജി സാബു അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ സമ്മാനദാനം നിർവഹിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാൻ P ഷാജിമോഹൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
തുടർന്ന് സ്വാഗത സംഘം രക്ഷാധികാരി PS പുഷ്പരാജിന്റെ നേതൃത്വത്തിൽ ചോദ്യോത്തരവേള നടന്നു. S സുനീഷ്, S ജയകൃഷ്ണൻ, S അനുശ്രീ, ചേർത്തല രാജൻ, ശിവനന്ദ, S സുനിമോൾ, V ഷേബു, S മഹേഷ്, P രാജേഷ്, S ശശികാന്ത് എന്നിവർ ആശംസകൾ നേർന്നു. ബാലസംഘം വില്ലേജ് കമ്മിറ്റി അംഗം K കമൽ നന്ദിയും ബാലസംഘം സെക്രട്ടറി S വിശ്വദേവ് സ്വാഗതവും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ പരിപാടികളും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികളും വിവിധ കലാകായിക പരിപാടികളും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. കേരള വേലൻ മഹാജനസഭ ചേർത്തല ടൗൺ വെസ്റ്റ് ശാഖയുടെ വാർഷികവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. ചേർത്തല കിഴക്കേ 40 സഹകരണ സംഘം ഹാളിലായിരുന്നു വാർഷിക പൊതുയോഗം ഒരുക്കിയത്. കേരള വേലൻ മഹാജനസഭ ചേർത്തല ടൗൺ വെസ്റ്റ് 68 നമ്പറുടെ ശാഖയുടെ നേതൃത്വത്തിൽ വാർഷിക സമ്മേളനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. ഡിസംബർ 29 ഞായറാഴ്ച രാവിലെ 9:30 കിഴക്കേ 40 സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന പരിപാടി KVMS സംസ്ഥാന പ്രസിഡന്റ് DS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ 2024 പോകുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലുമൊക്കെ സംഭവിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ 2 മഹാവ്യക്തികൾ നമ്മുടെ ഇവിടെ അധ്യക്ഷൻ പറയുകയുണ്ടായി. പക്ഷേ ഒരു MT വാസുദേവൻ നായർ, N മൻമോഹൻ സിംഗ് അങ്ങനെ പേരെടുത്ത് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുസ്മരണമല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒട്ടേറെ സംഭാവനകൾ ചെയ്ത മഹാവ്യക്തികളാണ്. സാഹിത്യത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും കുലപതിയായ MT വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഈ രാജ്യത്തെ ജനങ്ങളെ എവിടത്തോളം എത്തിച്ചെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ ബുക്കുകൾ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്ന. ശാഖാ പ്രസിഡന്റ് A രമേശൻ അധ്യക്ഷത വഹിച്ചു. KVMS സംസ്ഥാന സെക്രട്ടറി KE മണിയൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി S സതീശൻ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് SSLC +2 കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു. ചികിത്സാ സഹായത്തിന്റെ വിതരണം KVMS സംസ്ഥാന ട്രഷറർ PV ഷാജിൽ നിർവഹിച്ചു. KVMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അജി, ശാഖാ രക്ഷാധികാരി K വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തനൂജ് KS കൃതജ്ഞതയും ശാഖാ സെക്രട്ടറി S സതീശൻ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കോര്യമ്പള്ളി കരുവ ഉണർവ് സ്വയം സഹായ സംഘത്തിൻ്റെ 5ാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഉണർവ് സ്വയം സഹായ സംഘത്തിന്റെ 5ാമത് വാർഷികവും കുടുംബസംഗമവും കരുവയിൽ ഭാഗം ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളല്ല ഈ മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ളത്, ഇതിന്റെ പിന്നിൽ കുറച്ച് അധ്വാനമുണ്ട്. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ പൈസ കൊണ്ടതിന്റെ പേരിൽ പോയി നമുക്ക് ചക്കെടുക്കാം എന്ന് കണക്ക് കൂട്ടുന്നതല്ല ഇത്. അതിന്റെ പിന്നിൽ കുറച്ച് അധ്വാനമുണ്ട്, കുറെ ചർച്ചകളുണ്ട്, ആലോചനകളുണ്ട്. ആ ആലോചനകൾക്കൊരു ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഒരു നടപ്പിലാക്കലുണ്ട്. അങ്ങനെ നടപ്പിലാക്കിയപ്പോഴാണ് അതൊരു ഭംഗിയുള്ള പരിപാടിയായിട്ട് വന്നത്. ഇതൊരു നമ്മൾ കാണാതെ പോകുന്ന ഒരു ജനാധിപത്യ കൂട്ടായ്മയാണ് അതവിടെ എല്ലാം കാണുക. അവിടെ ഒരു അടിച്ചേൽപ്പിക്കലല്ല, അധികാരത്തിൻ്റെ ഒരു ഭാഗം അവിടെ സ്ഥാപിക്കലല്ല. അതുകൊണ്ട് ഈ ഉണർവിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ചന്ദ്രപ്പൻ അധ്യക്ഷനായ ചടങ്ങിൽ ശാസ്ത്രോത്സവത്തിനും ഗണിതശാസ്ത്രത്തിനും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ KBLPSനെയും 1200 മാർക്ക് നേടിയ +2 പാസ്സായ അനഘ ചന്ദ്രബോസിനെയും സ്കൂൾ തലത്തിൽ ഉപജില്ലാ കലോത്സവത്തിലും വിജയികളായ കുട്ടികളെയും മന്ത്രി ആദരിച്ചു. വാർഷിക കുടുംബസംഗമ യോഗത്തിൽ സെക്രട്ടറി വിനോദ് C കരുവ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോട് കേന്ദ്ര സർക്കാർ അനാദരവ് കാണിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്താത്തതിന് പിന്നിൽ ഗൂഢാലോചനയെന്നും KC വേണുഗോപാൽ. ആലപ്പുഴ ബൈപ്പാസിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമം. സംഭവത്തിനു പിന്നിൽ ലഹരിമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് പോലീസ്. ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷണം തുടരുന്നു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനിയിൽ സംഘടിപ്പിച്ച കരപ്പുറം കാർഷിക മേളയ്ക്ക് സമാപനം. 10 നാൾ നീണ്ടുനിന്ന കാർഷിക മേളയുടെ സമാപന സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭയുടെ കനാൽ ഫെസ്റ്റ് വർണ്ണാഭമായി തുടരുന്നു. കനാൽ ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചുള്ളത്. ഡിസംബർ 31 സമാപിക്കും.
ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ മുഹമ്മ പാതിരാമണൽ ദ്വീപിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ ഹരിയാന സംഘം എത്തി. കേരളത്തിൻ്റെ ഗ്രാമ കാഴ്ചകൾ കാണാനെത്തിയ 100 അംഗ സംഘമാണ് പാതിരാമണൽ ദ്വീപിലും എത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.